ലിജീഷ്, ഈ പ്രചാരണ കാലത്തെ ഇപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് KS ഹരിഹരൻ്റെ അങ്ങേയറ്റം എന്താണ് തെമ്മാടിത്തരം എന്ന് തന്നെ പറയാവുന്ന വൃത്തികെട്ട വാക്കുകൾ നമ്മൾ കേട്ടു. അത് മാപ്പൊക്കെ ഏതപ്പെടാം രാത്രി അതിൻ്റെ ബോംബർ അതിൻ്റെ സ്ഫോടക വസ്തുക്കൾ നമ്മൾ കണ്ടു. അത് ഒറ്റപ്പെട്ട സംഭവമല്ലോ, അതിനു മുമ്പും അതിൻ്റെ തുടർച്ചയിലാണല്ലോ ആ യോഗമടക്കം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രചാരണ കാലത്തെ അങ്ങേയറ്റം മോശം പ്രവണതകൾ പലത് കണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ വന്ന ആ സ്ക്രീൻഷോട്ടാണ്. ഏതാണ്? ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണെന്നും ടീച്ചർ കാഫറായ സ്ത്രീയാണെന്നും അത് പറയാൻ തന്നെ ഉളുപ്പാണ്. ആ സ്ക്രീൻഷോട്ട് ഷോർട്ട് ടൈമിൽ മാത്രമല്ല, ലോങ് ടൈമിൽ തന്നെ ഒരു നാടിനെ കത്തിക്കാൻ പോകുന്ന പ്രചരണമാണ്. 25-ാം തീയതി വന്ന സ്ക്രീൻഷോട്ടാണ്. ഇതാ ഇന്ന് മെയ് 13 20 ദിവസം ആവുകയാണ്. ലിജീഷ്, അതിന് പിന്നിൽ ആരാണെന്ന് നമ്മുടെ പുകൾപ്പറ്റ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിനകത്ത് LDFന്റെ മണ്ഡലം കമ്മിറ്റി പരാതി കൊടുത്തു. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നൊരു മുൻവിധിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യഥാർത്ഥ പ്രതിയെ പിടികൂടണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പോലീസ് ആക്ഷൻ എടുക്കും, പരിശോധിക്കും, യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരും. എന്ത് പരിശോധന നടന്നു എന്ന് ലിജീഷിന് അറിവുണ്ടോ? ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താണ് പരിശോധന? അവിടെ വടകരയിലെ പരാതി കൊടുത്ത സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കുറച്ച് ആളുകളെയൊക്കെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. കുറച്ചാളുകളെ വിളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ലിജീഷ്. ഇതിൽ പ്രശ്നം എന്താണ്? ഇവിടെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന MSFന്റെ ഒരു പ്രവർത്തകനാണ്. ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഈ പറയുന്ന നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് ഗ്രൂപ്പിൽ ഇട്ടതാണ് എന്നുള്ളതാണല്ലോ ആ പരാതി. ആ പരാതിയിൽ പറയുന്നതും ഈ മുഹമ്മദ് കാസിമിന്റെ പേര് മാത്രമാണ്. മുഹമ്മദ് കാസിം കസ്റ്റഡിയിലുണ്ടോ ലിജീഷ്? അല്ല, മുഹമ്മദ് കാസിമാണോ അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ഇന്ന ആളോ എന്നുള്ള അല്ല വിഷയം. ഇല്ല, അത് വിഷയമാണ്. ഉറവിടം കണ്ടെത്തണം, അതാണ് വിഷയം. അല്ല, അത് വിഷയമാണ്. അതിനകത്ത് അല്ല, ഞാൻ പറയട്ടെ, ഇതിൽ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. ഇത്ര ആവേശം കാണിക്കുന്നതാണ് ചോദിക്കുന്നത്. ആവേശം കാണിക്കും. ഞാൻ പറയുന്നത് ആവേശം കാണിക്കുന്നതിന് കാരണം എന്താണ് സാർ? ഇത് മറ്റ് പ്രചരണം പോലെയല്ല, മറ്റങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോര് പോലെയല്ല. ഒരു നാടിനെ വർഗീയമായി ഭിന്നിപ്പിച്ച് ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഒരു ഭൂതകാല ചരിത്രമുള്ള ഒരു മേഖലയുള്ള ഒരു നാടിനെ പിന്നെയും ചോരക്കളമാക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ കുറച്ചുകൂടി ആവേശത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. ശ്രീ ലിജീഷ്, ഇവിടെ ഈ പറയുന്ന മുഹമ്മദ്, ഞാൻ ഒറ്റ ഞാൻ പറയാം, ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആൾ നെടുമ്പ്രമണ്ണ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ഈ പ്രചരണമാണല്ലോ ഇതിനൊക്കെ ആധാരം. ഭാസ്കര മാസ്റ്റർ കൊടുത്ത പരാതിക്കകത്തും ഈ മുഹമ്മദ് കാസിമിന്റെ പേര് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് കാസിമിനെ കസ്റ്റഡിയിൽ കഴിയാത്ത എന്തുകൊണ്ടാണ്? കാസിം ഒളിവിലാണോ? അല്ല, മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതാ ഞാൻ പറഞ്ഞത്, പോലീസ് അന്വേഷിക്കട്ടെ. പോലീസാണല്ലോ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരേണ്ടത്. ഇതിൽ ശരിയുണ്ടോ? അല്ല, അതെങ്ങനെയാണ് മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ച് മറ്റാരോ കൊടുത്തു എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. സാർ, മുഹമ്മദ് കാസിമിന്റെ പേരിലാണല്ലോ ഭാസ്കര മാഷിന്റെ പരാതി. മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ചിട്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, അതിന്റെ ഉറവിടം എന്താണ്? മുഹമ്മദ് കാസിമാണ് ഉറവിടം. LDFന്റെ പരാതി പ്രകാരം LDFന്റെ പരാതി പ്രകാരം മുഹമ്മദ് കാസിമാണ് പ്രതി. ഉറവിടം മുഹമ്മദ് കാസിമാണ്. തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കാണ് ഗുണം ചെയ്യുക? ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ ലിജീഷേ, ആലോചിച്ചാൽ അറിയില്ലേ? ഞാൻ ചോദിച്ചോട്ടെ ലിജീഷേ, ഒറ്റ മിനിറ്റ്. ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ്. എല്ലാ ഗുണഭോക്താവും അനുഭവിച്ച് അതിന്റെ ഭാഗമായി വരുന്ന ധ്രുവീകരണത്തിന്റെ വോട്ടുകളെല്ലാം കിട്ടി പെട്ടിയിലായതിനു ശേഷം ഇതിനെ തള്ളിപ്പറയുക എന്നുള്ളതല്ലേ UDF എടുത്ത സമീപനം? നമുക്കൊന്നുകൂടി ക്ലാരിറ്റിയോടെ സംസാരിക്കാം. കാര്യം ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന പ്രചരണമായി ഒന്നുകൂടി ക്ലാരിറ്റിയോടെ സംസാരിക്കാം. ഈ പറയുന്ന മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആൾ നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്നുള്ളതാണ് LDFന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പരാതി. മുഹമ്മദ് കാസിമിനെ പിടികൂടാത്ത എന്താണ് ലിജീഷ്? ഞാൻ അതിന് ഉറവിടം കണ്ടെത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. സാർ, ഉറവിടം ലിജീഷ് അല്ലേ? നെടുമ്പ്രമണ്ണ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്ന് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ അത് കാസിമല്ലേ? പോലീസ് കണ്ടെത്തണ്ടേ? അത് പോലീസ് കണ്ടെത്താത്ത എന്താണ്? ദിവസം 20 ദിവസമായില്ലേ ലിജീഷ്? കാസിം ഇട്ടു എന്നുള്ളതല്ല, ഇത് ആരാണ് ഉണ്ടാക്കിയത്, നിർമ്മിച്ചത്, ഇത് ആരാണ് പ്രചരിപ്പിച്ചത്? എക്സാക്ട്ലി, അതാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു പരാതി കൊടുത്ത് പോലീസിന് കുറ്റവാളി ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുത്താൽ പോരെ? സാർ, അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനും കഴിയും. കാരണം എന്താണ്? അതിലൊരു പേരുണ്ട്, മുഹമ്മദ് കാസിം എന്ന 27 വയസ്സുള്ള MSFകാരനായ യുവാവിന്റെ പേരുണ്ട്. ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാണുന്നത് ഇതായിരിക്കും. അതാണ് പരാതി കൊടുക്കും. അതുകൊണ്ട് പരാതി കൊടുത്തു. അത് പരാതി കൊടുത്തു. എന്റെ ചോദ്യം എന്താണ് സാർ? എന്റെ ചോദ്യം എന്താണ് സാർ? എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ് അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുക്കല്ലേ വേണ്ടു? സാർ, എക്സാക്ട്ലി എന്റെ പോലീസ് ചെയ്യേണ്ടത്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി
ഇതിനകത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത്, എല്ലാം കണ്ടെത്തണം. എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ്. ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ മുന്നിലുള്ള ഉറവിടം ആരാണ്? അത് ഈ മുഹമ്മദ് കാസിമാണ്. മറ്റൊരു ഉറവിടം അതിലില്ല. കാര്യം നെടുമ്പറമണ്ണ വാട്സാപ്പ് ആ സ്ക്രീൻഷോട്ട് പ്രകാരം ഈ ഒന്നാമത് നെടുമ്പറമണ്ണ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് അവിടെ ഇല്ല. ആ ഗ്രൂപ്പിലിട്ടത് കാസിമാണെങ്കിൽ കാസിമിനെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ സംഭവിക്കുന്ന എന്താണ്? കാസിം സ്റ്റേഷനുകളോടത്തോളം കയറി ഇറങ്ങുകയാണ്. SP ഓഫീസിൽ, CI ഓഫീസിൽ, DGP ഓഫീസിൽ കാസിമിന്റെ പരാതിയുമേ ഇപ്പോൾ എന്താണ് പരാതി? ഈ പറയുന്ന ഒരു കള്ളപ്രചരണം നടത്തി 27 വയസ്സുള്ള എന്നെ കൊടും വർഗീയവാദിയും കൊടും കലാപകാരിയുമാക്കി നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ജീവിതം മുച്ചൂട് മുടിക്കുന്നു പ്രചരണക്കാർ, അതിൽ പരാതി എടുക്കണമെന്നുകൊണ്ട് കാസിം സ്റ്റേഷനോട് കയറി നടക്കുകയാണ്. ശ്രീ ലിജീഷ്, അതിൽ FIR ഇടുന്നില്ല. എന്തുകൊണ്ടാണത്? കാസിമിന്റെ പ്രയാസം മാത്രം ആശ്മി കാണണ്ട. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം പ്രചരണങ്ങൾ നടന്നു ചർച്ച ചെയ്യണ്ടല്ലോ, ആവർത്തിച്ച് ചർച്ച ചെയ്തല്ലോ. വടകരയിലെ LDF-ന്റെ കാര്യമൊന്നുമില്ല. കാസിമാണ് യഥാർത്ഥ പ്രതിയെങ്കിൽ, ആശ്മി ഞാൻ പറയട്ടെ, കാസിമാണ് യഥാർത്ഥ പ്രതിയെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യും. അവർ അന്വേഷണം നടക്കട്ടെ. സാർ 20 ദിവസമായില്ലേ? സമയപരിധി വെച്ച് 20 ദിവസമായില്ലേ? നമ്മൾ പറയുന്നില്ല. ദിവസം 20 ആയില്ലേ? നെടുമ്പറമണ്ണ ഈ പറഞ്ഞ യൂത്ത് ലീഗിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇയാൾ ഇട്ടതാണെന്ന LDF-ന്റെ പരാതി സത്യമാണെങ്കിൽ, LDF-ന്റെ പരാതി സത്യമാണെങ്കിൽ കാസിമിനെ പിടികൂടിക്കൂടെ? LDF-ന്റെ പരാതി സത്യമാണെങ്കിൽ കാസിമിനെ പിടികൂടിക്കൂടെ? പുറത്തു കൊണ്ടുവരണം. ഞങ്ങളാണ് പരാതി കൊടുത്തത്. അതെ, ആ പരാതിയിൽ ഒരു ചുക്കും നടക്കുന്നില്ല സാർ. അതല്ലേ പ്രശ്നം. ആ പരാതിയിൽ നിങ്ങൾ 25-ാം തീയതി പരാതി കൊടുത്തു, ഒന്നും നടക്കുന്നില്ല ലിജീഷേ. 25-ാം തീയതി നിങ്ങൾ പരാതി കൊടുത്തു, 27-ാം തീയതി മുഹമ്മദ് കാസിം ഞാൻ പറഞ്ഞോട്ടെ, അന്വേഷിച്ചിട്ടാണ് പറയുന്നത്, വ്യക്തമായ അന്വേഷിച്ചിട്ടാണ് ലിജീഷ് പറയുന്നത്. 25-ാം തീയതി നിങ്ങൾ പരാതി കൊടുക്കുന്നു, 25-ാം തീയതി നിങ്ങൾ പരാതി കൊടുക്കുന്നു, 27-ാം തീയതി ഈ മുഹമ്മദ് കാസിമിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. കാസിം ഇയാളുടെ ഫോൺ കൊടുക്കുന്നു, അന്വേഷിക്കുന്നു. സൈബർ സംഘം ഇയാളുടെ ഫോൺ പരിശോധിക്കുന്നു. ആ ഫോണിൽ ഒരു തെളിവും കിട്ടാത്ത കാരണം ഇയാളെ മൊഴിയെടുത്ത ശേഷം വിട്ടയക്കുന്നു. അതാണ് ആ കേസിൽ ആകെ ഉണ്ടായ അന്വേഷണം ലിജീഷ്. അതാണ് ആ കേസിൽ ആകെ ഉണ്ടായ അന്വേഷണം. കൃത്യമായി കിട്ടാവുന്ന സോഴ്സുകളിലൊക്കെ അന്വേഷിച്ച ശേഷം പറയണം. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ആശ്മി ഇങ്ങനെ പറയില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി അന്വേഷിച്ച ശേഷം പറഞ്ഞു. ഒരു പ്രൊസീജിയർ പ്രകാരം പോലീസ് ചെയ്യുന്നുണ്ട്. കണ്ടെത്തട്ടെ, ഒരു പ്രൊസീജിയർ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഒരു നാടിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവമാണിതെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ആവേശം കാണിക്കണ്ട. പക്ഷെ പ്രശ്നം ഞാൻ പറയട്ടെ, പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരട്ടെ സാർ. പക്ഷെ അന്വേഷണം നടക്കണ്ടേ? ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ്. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ബോധ്യം? സാർ, എന്റെ ബോധ്യത്തിൽ ഞാൻ പറയുന്നത്, അതിനപ്പുറം ഒരു ബോധ്യമുണ്ടെങ്കിൽ അങ്ങ് പറയും. തൊട്ട് മുമ്പ് അതിനപ്പുറം ലിജീഷ്, ഈ കാസിമിനപ്പുറം ഈ വിഷയത്തിൽ മൊഴിയെടുത്ത ഒരാളുടെ പേര് അങ്ങ് പറയാവോ? ഈ കാസിമിനപ്പുറം ഈ വിഷയത്തിൽ ഈ അന്വേഷണം 20 ദിവസം മൊഴിയെടുത്ത ഒരാളുടെ പേരെന്ന് പറയാമോ? അതൊക്കെ പോലീസ് അതിന്റെ സ്വഭാവത്തിനകത്ത് കൈകാര്യം ചെയ്യും. താങ്കൾക്ക് അറിയില്ല. ഞാൻ അന്വേഷിച്ച് ബോധ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണത് ലിജീഷ്. ഞാൻ അന്വേഷിച്ച് ബോധ്യപ്പെട്ടു. കാസിമിനെ 27-ാം തീയതി മൊഴിയെടുത്ത് കാസിമിന്റെ അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചതല്ലാതെ ആ കേസിൽ ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല ലിജീഷ്. ആധികാരികമായി ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണത്? അത് തെറ്റാണ്. പോലീസ് നടപടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലീസ് നടപടി തെറ്റാണ്. തെറ്റിദ്ധരിപ്പിക്കരുത്, മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഞാനതാ പറയുന്നത്, നിങ്ങൾ അതിന് അന്വേഷണ പരിധി നിശ്ചയിക്കേണ്ടതില്ല. യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരട്ടെ. ആ മേഖലയിലുള്ള ആളല്ലേ, അങ്ങേക്ക് കുറച്ചുകൂടി ബോധ്യമുണ്ടാകുമല്ലോ. അങ്ങൊന്ന് പറയൂ, എന്താണ് മുന്നോട്ട് പോയെന്ന് അങ്ങൊന്ന് പറയൂ ലിജീഷ്. ഞാൻ പറയാം. ഇവിടെ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട എവിടുന്നാണ്? അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നു. എപ്പോഴാണ്? 25-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക്. ഏതാനും സമയത്തിനുള്ളിൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഏതാനും സമയത്തിനുള്ളിൽ ആ ഗ്രൂപ്പ് തന്നെ മുക്കുന്നു. 25-ാം തീയതി ഉണ്ടാകുന്നു, എന്നിട്ട് ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകുന്നു. പിന്നെ ആ ഗ്രൂപ്പ് പൊങ്ങുന്നത് എപ്പോഴാണ്? 29-ാം തീയതി വീണ്ടും ആ ഗ്രൂപ്പ് പൊങ്ങുന്നു. പോലീസ് അന്വേഷിക്കണ്ടേ? അമ്പാടിമുക്ക് ഗ്രൂപ്പിലെ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് എവിടുന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയെന്ന് പോലീസ് അന്വേഷിക്കണ്ടേ ജിജീഷേ? എന്തുകൊണ്ടാണ് അല്പസമയത്തിനകം ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് മുക്കിയതെന്ന് പോലീസ് അന്വേഷിക്കണ്ടേ ലിജീഷെ? എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അപ്രത്യക്ഷമായെന്നും 29-ാം തീയതി വീണ്ടും പൊങ്ങിയെന്നും അന്വേഷിക്കണ്ടേ ലിജീഷെ? അന്വേഷിക്കുന്നില്ല. നിങ്ങൾ മീഡിയ പ്രവർത്തകരെ അല്ലല്ലോ ഈ അന്വേഷണം ഏൽപ്പിച്ചത്. അന്വേഷിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. പോലീസിനെയല്ലേ? അന്വേഷിക്കുന്നില്ല. വളരെ കൃത്യമായി ചെയ്യും, യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരും. സർ, സാധാരണഗതിയിൽ
ലിജീഷ്, സാധാരണഗതിയിൽ ആരോപണ വിധേയനായ ആൾ പമ്മിയിരിക്കലാണ് പതിവ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആരോപണ വിധേയനായ മുഹമ്മദ് ഖാസിം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. എൻ്റെ പേരിൽ തിരയുന്ന ഈ വ്യാജ സ്ക്രീൻഷോട്ട്, എൻ്റെ പേരിലുള്ള ഈ സ്ക്രീൻഷോട്ട് ഒന്നുകിൽ ഞാനാണെങ്കിൽ എന്നെ പിടിച്ചകത്തിടണം, ഞാനല്ലെങ്കിൽ ഞാനല്ല എന്നൊരു വെള്ള പേപ്പറിൽ എഴുതണമെന്ന് ഈ പറഞ്ഞ ഖാസിം ആവശ്യപ്പെടുന്നു. ആരോപണ വിധേയരായ യൂത്ത് ലീഗ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് SP ഓഫീസ് മാർച്ച് നടത്തുന്നു. ആരോപണ വിധേയരായ യൂത്ത് ലീഗ് ഇത് വ്യാജമല്ലെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നു. പരാതി കൊടുത്ത നിങ്ങൾക്കതിൽ ഈ പറഞ്ഞ ഇഴയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അരിയാഹാരം കഴിക്കുന്നവരല്ലേ നമ്മളൊക്കെ. LG ലിജീഷ്, അല്ല, പരാതിയല്ലേ ഞങ്ങളല്ലേ കൊടുത്തത്? നിങ്ങൾ പരാതി കൊടുത്തു. ഞങ്ങളല്ലേ പരാതി കൊടുത്തത്? സർ, നിങ്ങൾ പരാതി കൊടുത്തു. അന്വേഷണം നടക്കുന്നത്. നിങ്ങൾ പരാതി കൊടുത്തു. 20 ദിവസമായിട്ട് അതിനകത്ത് ഒന്നും ഒരു ചുക്കുഞ്ഞുണ്ണാമും പുറത്തേക്ക് വരാത്തത് നിങ്ങൾക്കൊരു പരാതിയില്ല. നിങ്ങൾ പറഞ്ഞു പോലീസ് മതിയായ സമയത്ത് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ കാലയളവിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ കാലയളവിൽ ഈ പോലീസ് അന്വേഷിക്കുന്ന ഈ കാലയളവിൽ പോലീസ് അന്വേഷിക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾ നടന്ന പ്രചരണം എന്താണ്? ഷാഫി ടീച്ചറെ കാഫർ എന്ന് വിളിച്ചു എന്ന പ്രചരണം നിങ്ങൾ നടത്തുകയാണ്. അതേസമയം ഇത് കണ്ടെത്തിയ ആളെ പോലീസ് പിടികൂടാത്ത ലിജീഷിനും CPM-നും DYFIക്കും ഒരു പരാതിയുമില്ല. അത് പോലീസിന് മതിയായ ഇനോർമ സമയം കൊടുക്കുകയാണ്. ലിജീഷ്, ഇത് തെരഞ്ഞെടുപ്പിൽ ആരാ ഉപയോഗിച്ചത്? ആഷ്മി, ഇതൊന്നും മറച്ചു വെച്ച് പറയല്ലേ. തെരഞ്ഞെടുപ്പിനകത്ത് ആരാ ഇത് ഉപയോഗിച്ചത്? UDF ആണ് ഉപയോഗിച്ചത്. കാഫിർ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് വ്യാപകമായ പ്രചരണം നടത്തിയത് ആരാ? ഞങ്ങളാണോ? ഈ പറയുന്ന UDF അല്ലേ? നിങ്ങൾ അറിയോ? വടകരയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. വടകരക്കകത്ത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഏറ്റെടുത്തില്ല UDF. അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ ഏറ്റെടുത്തില്ല ഇവർ. ഇത് നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്? അത് പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്കതിൽ പരാതിയില്ലാത്ത എന്താണ് സംശയം? നിങ്ങൾക്കതിൽ 20 ദിവസമായി നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന ഒരു പ്രചരണം ഉണ്ടായിട്ട് 20 ദിവസമായിട്ട് പോലീസ് അമ്പേ പരാജയമായി ഒരാളുടെ പോലും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാതെ, ഒരാളുടെ പോലും മൊഴിയെടുക്കാൻ കഴിയാതെ കല്ലിന് കാറ്റ് പിടിച്ചു പോലിരിക്കുമ്പോൾ പരാതിക്കാരായ നിങ്ങൾക്ക് ഒരു പരാതിയില്ല. എന്നാൽ ആരോപണ വിധേയർക്ക് അന്വേഷിക്കണമെന്ന വലിയ ആവശ്യം, അവരുടെ പ്രതിഷേധം, അത് അത്ഭുതകരമല്ലേ ലിജീഷേ? ഒരത്ഭുതകരമില്ല. ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാർച്ച് നടത്തലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. പോലീസ് അന്വേഷിക്കും. ഈ കാസിമാണ് യഥാർത്ഥ പ്രതിയെങ്കിൽ കാസിമിനെ അറസ്റ്റ് ചെയ്യും. അതല്ല വേറെ ഏതെങ്കിലും UDF കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ, യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരട്ടെ. അപ്പോൾ നിങ്ങളുടെ ഈ ആവേശവും കാര്യങ്ങളൊക്കെ തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് 1 വർഷമായ കേസൊന്നും അല്ല എന്ന്. 2 വർഷമായ ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയട്ടെ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് ഇവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയെ പറ്റി ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി. ഓർക്കുന്നുണ്ടോ താങ്കൾ? 2 വർഷം, 2022 മെയ്യിലാണ് തൃക്കാക്കര ഇലക്ഷൻ. ഇതിപ്പോൾ 2024 മെയ്യാണ്. ആ കേസിൽ എന്തുണ്ടായെന്നാണ് താങ്കളുടെ അറിവ് ലിജീഷ്? ആ കേസിനകത്ത് പ്രതികൾ വന്നില്ലേ? UDF ആണെന്ന് വന്നില്ലേ? സർ, അതിൽ കുറ്റപത്രം ഉണ്ടായോ? ഈ പറയുന്ന 2 കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തില്ലേ? എന്തിനാണ് കേസെടുത്തത്? ആ ചിത്രം പ്രചരിപ്പിച്ചതിന്. എന്താണ് ഈ പറയുന്ന എന്താണ് വീഡിയോ പ്രചരിപ്പിച്ചത്? വീഡിയോ ഉണ്ടാക്കിയ ആൾ പിടിയിലായോ? ആയോ? അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. അതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. വർഷം 2 ഞാൻ പറയുന്നത് ഹാഷ്മി, ഈ വീഡിയോ പ്രചരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തത് അവരൊക്കെ നല്ല പിള്ളേരെ, ഒരു നല്ല പിള്ളേ എന്ന് പറയുന്നില്ല, ഗുഡ് സർട്ടിഫിക്കറ്റ്, ഒരു നല്ല പിള്ളേ എന്ന് പറഞ്ഞില്ല, അധമപ്പണി ചെയ്ത ഒരു തർക്കമില്ല. വർഷം 2 ആയതാണ്. വർഷം 2 ആയതാണ് ആ കേസ്. വർഷം 2 ആയതാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് രാവിലെ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ പിടിയിലായെന്ന് പറഞ്ഞു. ലിജീഷ് കണ്ടോ ആ യൂത്ത് ലീഗ് പ്രവർത്തകനെ? തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ലീഡ് ഉയർത്തിയത്, ഈ പറയുന്ന UDF ലീഡ് ഉയർത്തിയത് പറയുകയാണ്. ഞങ്ങൾ എന്തോ ചെയ്ത മാതിരിയല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഈ പോലീസിന്റെ നിസ്സംഗതയെ കുറിച്ചാണ്. ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ കാലത്തുണ്ടാകുന്ന ഇത്തരം പ്രചരണങ്ങളിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പോലീസിന്റെ നിസ്സംഗതയെ കുറിച്ചാണ്. വർഷം 2 കുറ്റപത്രമില്ല. ഈ വീഡിയോ ഉണ്ടാക്കിയ ആളെ അന്ന് രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് പിടിച്ചു എന്ന് വാർത്ത വന്നു. ലിജീഷ് കണ്ടോ അയാളെ കണ്ടവർ ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കൂ ആഷ്മി, ഈ വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവസാന ആഷ്മി അതും പറഞ്ഞു നോക്കും. എന്ന് ഞാൻ പറയില്ല സർ, എന്ന് ഞാൻ പറയില്ല. ഉണ്ടാക്കിയതാരെന്ന് കണ്ടെത്തണം. ഞങ്ങളാണെന്ന് നിങ്ങൾ പറയും സർ. ഉണ്ടാക്കിയതാരെന്ന് കണ്ടെത്തണം. താങ്കൾ വടകരക്കാരനല്ലേ? എന്നിട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളുകളെ സംബന്ധിച്ച് 2 പേരെ കേസെടുത്തില്ലേ? നിങ്ങൾ കോൺഗ്രസ്സുകാരെ തള്ളി പറഞ്ഞു. നടപടി എടുത്തോ? ഞാൻ തള്ളി പറഞ്ഞു. അത് പോട്ടെ, ഞാൻ തള്ളി പറഞ്ഞു. അത് കോൺഗ്രസിന്റെ കാര്യം, നടപടി ഉണ്ടോ എന്നുള്ള കാര്യം അത് കോൺഗ്രസ്. പക്ഷേ
അവിടെ ആ കേസ് ഇപ്പോഴും അറ്റമില്ലാതെ നീണ്ടുപോവാണ്. 2 വർഷമായി, വർഷം 2ആയി. 4 വർഷം കഴിഞ്ഞാലും പറയും അന്വേഷണം തുടരുകയാണെന്ന് പറയും. ഏത് അതേ വിധിയാണ് സാറേ ഈ വടകര കേസിന്റെ, അതേ വിധിയാണ് ഈ വടകര കേസിന്റെ. എഴുതി വെച്ചോ രജീഷ്, എഴുതി വെച്ചോ രജീഷ്. ഈ വടകരയിലെ കാഫർ എന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ആ കേസിൽ പ്രതി പിടികൂടാൻ പോകുന്നില്ല. എഴുതി വെക്കാൻ ധൈര്യമുണ്ടോ? പ്രതി പിടിയിലാകാൻ പോകുന്നില്ല. അതൊക്കെ ആശ്മിയുടെ മനോനിലയ്ക്കനുസരിച്ച് വരുന്ന 2 വർഷം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ലിജീഷ് പറയും കേരളത്തിലെ പോലീസ് അതെല്ലാം അന്വേഷിക്കും, കണ്ടെത്തും, കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരും. 2 വർഷം കഴിഞ്ഞ് ലിജീഷ് ഇതേപോലെ തൃക്കാക്കര ചോദിക്കുമ്പോൾ പറയുന്ന പോലെ പറയും അന്നത്തെ ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് എന്ന് അങ്ങ് പറയും. എനിക്ക് ഉറപ്പുണ്ടാക്കാനും സാർ.